പണ്ട് പണ്ട് ഉദയാസ്തമയങ്ങൾക്കിടയിലുള്ള ഒരു കൊച്ചടുക്കളയിൽ ഗോപിയും ഗോതമ്പും എന്ന രണ്ട് കാമുകി കാമുകന്മാർ താമസിച്ചിരുന്നു. അവളുടെ ജീവിതത്തിലെ ആദ്യ പ്രണയമായിരുന്നു അവൻ. ലോകം അവളെ ഭയപ്പെടുത്തിയപ്പോഴൊക്കെയും ഗോതമ്പ് അവളുടെ കരുത്തായി മാറി. അവൾ തകർന്നപ്പോഴെല്ലാം അവൻ അവളെ ആർദ്രമായി ചേർത്ത് പിടിച്ചു. അവൾക്കൊരു പുതിയ രൂപവും സ്വാദും ഐഡന്റിറ്റിയും നൽകി. ഗോപി പരാഥ. ഗോതമ്പ് അവളെ ഒരുപാടധികം സ്നേഹിച്ചു. പക്ഷേ ചിലപ്പോൾ അമിതമായാൽ പ്രണയം പോലും താങ്ങാനാവാത്ത ഭാരമായി മാറും. ഗോതമ്പിൻ്റെ അമിതമായ കാലറി വാല്യൂവും അതിരുവിട്ട കരുതലുകളും ഗോപിയെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. പക്ഷേ അവനിൽ നിന്ന് ഓടിപ്പോവാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെയിരിക്കെ പതുക്കെ ലോകം ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായി. ഗോതമ്പുമായുള്ള ഈ ബന്ധം വിഷലിപ്തമാണെന്ന് അവളുടെ കുടുംബം പോലും താക്കീത് നൽകി. എന്നിട്ടും അവൾ അവനെ മുറുക്കെ പിടിച്ചു. പ്രിയപ്പെട്ടവരെല്ലാം അവളെ തനിച്ചാക്കി പോയി. ഇത് ഗോപിയെ അങ്ങേയറ്റം തളർത്തി. തൻ്റെ പ്രണയിനിയുടെ ആ കണ്ണുനീർ കാണാൻ പാവം ഗോതമ്പിന് കഴിയുമായിരുന്നില്ല. അവളുടെ നന്മയ്ക്കും സന്തോഷത്തിനും വേണ്ടി മാത്രം ഒട്ടും ആഗ്രഹമില്ലാഞ്ഞിട്ടും അവൻ അവളിൽ നിന്നകന്നുപോയി. ഗോതമ്പ് പോയതോടെ ഗോപി ആകെ തനിച്ചായി. പഴയ നല്ല കാലമോർത്തു അവൾ ഒരുപാടധികം കരഞ്ഞു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു തകർന്നു പോയി ആ പാവം. അങ്ങനെ കാലം കടന്നുപോയി. ഒരു ദിവസം സൗമ്യശീലനായ റേഷ്യു അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഗോപി അനുഭവിക്കുന്ന വിഷമങ്ങൾ മനസ്സിലാക്കിയ അദ്ദേഹം അവൾക്ക് കീൻവ എന്ന തിളങ്ങുന്ന ധാന്യത്തിലൂടെ പുതിയ പ്രതീക്ഷ നൽകി. തൻ്റെ പ്രിയപ്പെട്ട ഭൂതകാലം മറക്കാൻ അദ്ദേഹം ഒരിക്കലും അവളോട് ആവശ്യപ്പെട്ടില്ല. പകരം പഴയ മനോഹരമായ ഓർമ്മകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ വർത്തമാനകാലം ബാലൻസ് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട് ഗോപിക്ക് ആദ്യം ഭയം തോന്നി. തൻ്റെ രീതികളിൽ മാറ്റം വരുത്തിയാൽ ഗോപി പരാത്ത എന്ന തൻ്റെ അയനട്ടി നഷ്ടമാകില്ലേ എന്ന് അവൾ പേടിച്ചു. എന്നാൽ എല്ലാ ഇക്വേഷൻസും ഒടുവിൽ ശരിയായ ബാലൻസ് കണ്ടെത്തുമെന്ന് റേഷ്യോ അവളെ ബോധ്യപ്പെടുത്തി. അങ്ങനെ ഗോപിയും റേഷ്യോയും ചേർന്ന് അടുക്കളയിലേക്ക് കടന്നു. നമ്മുടെ ഗോപിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണ്ടേ? വരൂ, നമുക്ക് ഒരുമിച്ച് നോക്കാം. ഇന്ന് നമ്മളൊരു ഹെൽത്തി വേർഷൻ ഓഫ് ഗോപി പരാത്തയാണ് നോക്കുന്നത്. ഇതിനു വേണ്ടി ഗോപിയെ ഹെൽപ്പ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഇവയൊക്കെയാണ്. ആദ്യം ഡോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 cups ഓഫ് quinoa flour, 1/2 cup ഓഫ് wheat flour, lukewarm water as needed, pinch of salt and 1/2 tablespoon ഓഫ് ജീര. ഇനി സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് 1 full cauliflower, 3 medium size onions, few green chilies, garlic, ginger and 1/2 tablespoon of jeera and 1 tablespoon of oil. സോ ഡോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 cups ഓഫ് quinoa ഫ്ലോറിലേക്ക് 1/2 cup ഓഫ് വീറ്റ് ഫ്ലോർ മിക്സ് ചെയ്യുക. ഇതിലേക്ക് പിഞ്ച് ഓഫ് സോൾട്ടും 1/2 ടീസ്പൂൺ ഓഫ് ജീരയും ആഡ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് ലൂക്ക് വാം വാട്ടർ ആഡ് ചെയ്തിട്ട് ചപ്പാത്തി ഡോ പോലെ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് 30 minutes റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടാം. ഈ ഡോ ഇവിടെ റെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഗോപിനെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരെ നോക്കാം. ആദ്യം സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് ആയ കോളിഫ്ലവറിനെ കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് മഞ്ഞളും ഉപ്പും മിക്സ് ചെയ്ത് ബോയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് വെള്ളം കളഞ്ഞ് ചോപ്പ് ചെയ്ത് മാറ്റാം. ഇനി ഫൈനലി ചോപ്ഡ് ഗ്രീൻ ചില്ലിയും ജിഞ്ചറും ഗാർലിക്കും എടുക്കുക. ഇനി 3 മീഡിയം സൈസ് ഒണിയനും ആവശ്യത്തിന് ഉപ്പുമാണ് വേണ്ടത്. എന്നാൽ പിന്നെ തുടങ്ങല്ലേ. ഒരു പാൻ വെച്ച് 1/2 tablespoon ഓഫ് ഓയിലും 1/2 tablespoon ഓഫ് ജീരയും മിക്സ് ചെയ്യുക. ജീര ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ചോപ്ഡ് ചില്ലി ജിഞ്ചർ ഗാർലിക്കിനെ ആഡ് ചെയ്യുക. അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ ചോപ്പ് ചെയ്ത് വെച്ച ഒണിയൻ ആഡ് ചെയ്യുക. അതിലേക്ക് ഒരു പിഞ്ച് സോൾട്ടും ആഡ് ചെയ്യുക. ഒണിയൻ കുക്കായി കഴിഞ്ഞാൽ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച കോളിഫ്ലവർ ആഡ് ചെയ്യുക. ദേ, നമ്മൾ ഫില്ലിങ് റെഡിയായി. ഇനി ഒരു മീഡിയം സൈസ് ഡോ ബോൾ എടുക്കുക. അതിനെ ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. അതിലേക്ക് ഫില്ലിങ്സ് ഇതുപോലെ സെൻട്രൽ വെച്ച് സ്ലോലി അതിനെ അടച്ചെടുക്കാം. എന്നിട്ട് വളരെ കെയർഫുള്ളായിട്ട് അതിനെ പരത്തിയെടുക്കാം വിത്ത് മിനിമം പ്രഷർ. പ്രഷർ മിനിമം ആക്കാനുള്ള റീസൺ കീൻവ നമ്മളെ വീറ്റ് പോലെയല്ല, പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനും പൊട്ടിപ്പോവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ആവശ്യത്തിന് ഗീയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ പരാത്ത കുക്ക് ചെയ്തെടുക്കാം. സോ നമ്മൾ ഹെൽത്തി കീൻവ ഗോപി പരാത്ത ഇവിടെ റെഡിയാണ്. കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഗോപി എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ ഞാനിവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ അറിയാവുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്തതായിട്ട് ഒരു പുതിന ചട്നി ഉണ്ടാക്കാം. ഇതിനു വേണ്ടിയിട്ട് 3 പച്ചമുളകും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ആവശ്യത്തിന് പുതിനയും കുറച്ച് ഉപ്പും
1.5 ടേബിൾ സ്പൂൺ ഓഫ് യോഗട്ടും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. യൂഷ്വലി ഗോപി പറാത്തയുടെ കൂടെ വേറെ കറികളൊന്നും നമ്മൾ കൂട്ടാറില്ല. അതിന് പകരമാണ് ഇങ്ങനെ ഒരു ചട്നി കൂട്ടുന്നത്. ദേ നമ്മളെ ചട്നി ഇവിടെ റെഡിയാണ്. സോ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. അസ്തമയ സൂര്യൻ്റെ പൊൻവെളിച്ചത്തിൽ പഴയ പ്രണയമായ ഗോതമ്പിൻ്റെ ഓർമ്മകളെ സൗമ്യമായും പുതിയ കൂട്ടുകാരനായ കീൻവയെ സ്നേഹത്തോടെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ ആ സത്യം തിരിച്ചറിഞ്ഞു. അവൾ തന്നെ ഭൂതകാലം മായ്ച്ചു കളയുകയായിരുന്നില്ല, മറിച്ച് അതിലെ നല്ല ഓർമ്മകളെ മാത്രം കൂടി കൂട്ടുകയായിരുന്നു. ശ്വാസം മുട്ടുന്ന ബന്ധങ്ങളിൽ തളച്ചിടേണ്ടപ്പെട്ടവളല്ല താനെന്നും ചിലപ്പോഴൊക്കെ പ്രിയപ്പെട്ടവയെ പോലും വിട്ടു നൽകുന്നതാണ് യഥാർത്ഥ പ്രണയമെന്നും അവൾ തിരിച്ചറിഞ്ഞു. തന്നെ ശ്വാസം വിടാൻ സഹായിക്കുന്ന ആ ശരിയായ അനുപാതം അവൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സന്തോഷം ബലി നൽകുന്നതല്ല ജീവിതം, മറിച്ച് സ്വന്തം സന്തോഷം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കലാണ്. ദിസ് is Pai and Parathas, where we nourish the soul one equation at a time. Thank you. See you soon.